മൂന്ന് മുന്നണികളുടെയും PV അൻവറിന്റെയും അഭിമാന പോരാട്ടം നടക്കുന്ന നിലമ്പൂരിൽ വോട്ടെടുപ്പ് അവസാനിച്ചു. 59 പുതിയ പോളിംഗ് സ്റ്റേഷനുകൾ ഉൾപ്പെടെ 263 ബൂത്തുകളാണ് ഒരുക്കിയിരുന്നത്. മൂന്ന് മുന്നണികളുടെയും സ്ഥാനാർത്ഥികൾ രാവിലെ വോട്ട് ചെയ്തു. സ്വതന്ത്രനായി മത്സരിക്കുന്ന PV അൻവറിന് മണ്ഡലത്തിൽ വോട്ടില്ല. നിലമ്പൂർ ടൗൺ, നിലമ്പൂർ നഗരസഭ, പോത്തുകൽ, എടക്കര, അമരമ്പലം, കരുളായി, വഴിക്കടവ്, മൂത്തേടം, ചുങ്കത്തറ ബൂത്തുകളിൽ വോട്ടർമാരുടെ നീണ്ട നിരയാണ് രാവിലെ ഉണ്ടായിരുന്നത്. 7 പഞ്ചായത്തുകളും ഒരു നഗരസഭയും ഉൾപ്പെടുന്നതാണ് നിലമ്പൂർ മണ്ഡലം. മാങ്കുത്ത് LP സ്കൂളിലെ 202-ാം ബൂത്തിൽ LDF സ്ഥാനാർത്ഥി M സ്വരാജ് വോട്ട് രേഖപ്പെടുത്തി. പിതാവിനൊപ്പം എത്തിയാണ് സ്വരാജ് വോട്ട് രേഖപ്പെടുത്തിയത്. സുരക്ഷയൊരുക്കാൻ പോലീസിനൊപ്പം അർദ്ധസൈനികരും നിലമ്പൂരിൽ സജ്ജരാണ്. നിലമ്പൂരിന്റെ പുതിയ MLA തിങ്കളാഴ്ച അറിയാം. 7 പഞ്ചായത്തുകളും ഒരു മുനിസിപ്പാലിറ്റിയും അടങ്ങുന്ന നിലമ്പൂർ മണ്ഡലത്തിൽ ആകെ ക്രമീകരിച്ചിരിക്കുന്നത് 263 ബൂത്തുകളായിരുന്നു. ഇതിൽ ആദിവാസി മേഖലകൾ ഉൾപ്പെടുന്ന 3 ബൂത്തുകൾ വനത്തിനുള്ളിലാണ്. 316 പ്രിസൈഡിംഗ് ഓഫീസേഴ്സും 975 പോളിംഗ് ഉദ്യോഗസ്ഥരുമാണ് തിരഞ്ഞെടുപ്പിനായി ഒരുക്കിയിരുന്നത്. 7 മേഖലകളിലായി 11 പ്രശ്നബാധിത ബൂത്തുകളും മണ്ഡലത്തിലുണ്ടായിരുന്നു. പോലീസിന്റെ അർദ്ധസൈനിക വിഭാഗത്തിന്റെ ശക്തമായ വിന്യാസവും ഒരുക്കിയിരുന്നു.